കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹി ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിനിടെ സിപിഐ നേതാവ് ആനി രാജയ്ക്ക് നേരെ ആക്രമണം നടന്നതായി ആരോപണം. ഒരു സംഘം ആളുകൾ തള്ളിയിട്ടതായാണ് ആരോപണം. ആനിരാജയെ പോലീസ് എത്തി സ്ഥലത്തു നിന്ന് മാറ്റി. ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് AIYF ആരോപിച്ചു. ഇപ്പോൾ ആനിരാജ പ്രതികരിക്കുന്നുണ്ട്. തത്സമയം അവര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഫൂലെയുടെയും അംബേദ്കറിന്റെയും ഭരണഘടനയുടെയും ഒക്കെ പേരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഈ CJPയുടെ പ്രൊട്ടസ്റ്റിന്റെ വേദിയിൽ. ആ സമയത്ത് ഈ RSSനെ നിങ്ങൾ എന്തിനാണ് RSSനെതിരെ എന്തിനാണ് മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു പറ്റം ചെറുപ്പക്കാർ അവര് വന്ന് ഞങ്ങളെ ആദ്യ ഇതിൽ നമ്മളെ പുറകിൽ നിന്ന് പുഷ് ചെയ്ത് തള്ളിയിടാൻ നോക്കി. അവിടെ നിന്ന് പോലീസുകാർ വന്ന് ഇവരെ മാറ്റിക്കൊണ്ടുപോയി. വീണ്ടും ഇവര് ഒരു വലിയ ഗ്രൂപ്പ് വന്ന് ഞങ്ങളെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചോളൂ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ എല്ലാവർക്കും മുദ്രാവാക്യം വിളിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇവർ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങളെ പുറകിൽ നിന്ന് തള്ളി ഒരുപാട് പുഷ് ആൻഡ് പുൾ എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് മോശം വാക്കുകൾ ഉപയോഗിച്ചു. ഞാൻ വീണില്ല. എന്റെ ഒരു യങ് കോംറേഡും അതുപോലെ തന്നെ ഞങ്ങളുടെ ദേശീയ മഹിളാ ഫെഡറേഷന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നിഷ സിദ്ധു ഇവരെയും ഭയങ്കരമായിട്ട് തള്ളി വീഴിച്ച് അവരുടെ കാലിന് സ്പ്രെയിൻ ആയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. 4 പേരെ പിടിച്ചിട്ടുണ്ട്. ആ 4 പേർ ഇവിടെ പതിവായി ഇത്തരത്തിലുള്ള കുഴപ്പമുണ്ടാക്കുന്നവരാണ് എന്നുള്ളത് ഇവിടെ സീനിയർ പോലീസ് ഓഫീസർ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അതിൽ അവർ പറയുന്നുണ്ട്, നിന്നെ എപ്പോഴും കണ്ടിട്ടില്ല, ഇവിടെ എവിടെയോ കണ്ടതാണ്, പക്ഷെ ഇവരുടെ കൂടെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവരിവിടെ പതിവാണ്. ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട് ഇവിടെ, സമരം പൊളിക്കുക, ഇതുപോലെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പൊളിച്ചുകൊണ്ട് സംഘർഷം ഉണ്ടാക്കുക, ഈ സംഘർഷത്തിൽ കലാശിക്കുക എന്നുള്ള ഒരു അജണ്ടയോടെ ആണ് സ്ത്രീകളടക്കമുള്ളവരെ ആക്രമിച്ച് ഇത്തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്തത്. വിളിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പോലീസുകാരോട് ഷർജിലിന്റെ എന്തൊക്കെയോ പേര് പറഞ്ഞ മുദ്രാവാക്യം അവർക്ക് വേണ്ടി ഞങ്ങൾ ബാബാ സാഹബ് അംബേദ്കർ, ഫൂലെ, സംവിധാൻ ഇതൊക്കെ ചേർത്താണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്. പ്രധാൻ റിസൈൻ ചെയ്യണം, ഈ ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതിന്റെ ഇടയിലാണ് ഇവർ വന്ന് ഞങ്ങളുടെ AISFന്റെ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ നോക്കി. അത് തടയാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾക്കെതിരെ ഒരു വലിയ സംഘം വന്ന് പുറകിൽ നിന്ന് തള്ളി വീഴ്ചത്. ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഇപ്പൊ വേറൊരു കാര്യം പറയേണ്ടത്, ഇതിനകത്ത് നിൽക്കുന്ന ഒരാളുടെ 2 വീലർ ഇവിടെ എവിടെയോ ഉണ്ട് വെളിയിൽ. അതാരോ പോലീസ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ അവന്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങി ആ 2 വീലർ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് തിരിച്ചു കൊണ്ട ചാവി കൊണ്ട് കൊടുത്ത അവന്റെ കയ്യിൽ സേഫ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു സെറ്റിംഗ് ആണ്, പോലീസുമായി ചേർന്നിട്ടുള്ള സെറ്റിംഗ് ആണ് എന്നുള്ളത് കുറച്ചു നേരം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവര് ഒരു നിരന്തരമായി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ഇവർ സുപരിചിതരാണ് ഇവിടുത്തെ പോലീസിനും പോലീസ് ഓഫീസർമാർക്കും. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അദ്ദേഹം അവരോട് സംസാരിച്ചത്. എന്റെ സാന്നിധ്യത്തിലാണ് അവരോട് സംസാരിക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഇത് RSSന്റെ അജണ്ടയാണ്, BJPയുടെ അജണ്ടയാണ്. ഇവരെ ഇങ്ങനെ കയറൂരി അഴിച്ചുവിട്ടിരിക്കുകയാണ്. അവർ സർക്കാരിനെതിരെ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചാൽ അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നവരെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആശുപത്രിയിലേക്ക് പോകണം. ആക്രമണം അതാ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കൂട്ടത്തോടെ വന്നിട്ട് അതിന്റെ അകത്ത് ഇടയ്ക്ക് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഒരാൾ. അയാൾ മൈക്ക് കൊണ്ടുവന്ന് എന്റെ മുഖത്തേക്ക് കൊണ്ടുവന്ന് അടിച്ചു. അപ്പൊ ഞാനത് തട്ടിമാറ്റി. അപ്പൊ ഉടനെ അതായി വിഷയം. അപ്പൊ ഞാൻ അവര് പറയുന്ന RSSനെതിരെ നിങ്ങൾ എന്താ മുദ്രാവാക്യം വിളിക്കുന്നതെന്നാണ്. ആസാദിയാണ് നമ്മൾ പറഞ്ഞത്. അതും വിളിക്കാൻ പാടില്ല. അതും നിങ്ങൾക്ക് എന്ത് ആസാദ്യം ഇല്ലാത്തതെന്ന് വേറൊരു ചോദ്യം. RSSനെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു, ഷർജിൽ ഇമാമിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു, ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് ഞങ്ങളെ ആദ്യം തന്നെ വന്ന് ആക്രമിച്ച് ഞങ്ങളുടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥി സഖാക്കളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു വിധത്തിൽ അവരെ രക്ഷപ്പെടുത്തി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയതാണ്. അങ്ങനെ മാറ്റി നിർത്തിയതാണ് ഇവർ വേറെ വലിയ സംഘം വന്ന് ഞങ്ങളെ പുറകിൽ നിന്ന് പുഷ് ചെയ്ത് അപ്പൊ ഇവര് വീണ് ഇവർക്ക് പരിക്ക് പറ്റി. അല്ല, അവർ 4 പേരുണ്ട്. അവർ പതിവായിട്ടുള്ളവരാണ്. അത് ഇതിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടാൽ തിരിച്ചറിയാൻ, ഞാൻ അവരെ നിർത്തിയാൽ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രയ്ക്ക് നമ്മളുടെ അടുത്ത് വന്നാണ് അവർ ആക്രോശിച്ചത്. അതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ പറ്റും. തള്ളിയിട്ടത് ഞങ്ങളുടെ ദേശീയ മഹിളാ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ സൈദ, ഞങ്ങളുടെ ഒരു യങ് കോംറേഡാണ്.
ഇവരെ 3 പേരുമാണ് വീണത്. ഞാൻ വീണില്ല. എന്നെ അവർ പുറകിൽ നിന്ന് പുഷ് ചെയ്തു. പക്ഷെ ഞാൻ നമ്മുടെ ഒരു സഖാവ് ഉണ്ടായിരുന്നു, അവരുടെ പുറത്ത് ഞാൻ തടഞ്ഞു നിന്നു. അതുകൊണ്ട് ഞാൻ വീണില്ല. പക്ഷെ ഇവർ 2 പേർക്കുമാണ് പരിക്ക് പറ്റിയത്. ഇത് പതിവായത് ഞാൻ ഇതിനു മുന്നേയും വേറെ ചില സന്ദർഭങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സമരങ്ങൾ ചെയ്യാൻ വരുമ്പോൾ അത് പൊളിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ഗ്യാങ്ങിന്റെ പ്രവർത്തനം ഇവിടെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളത്. ആ ഗ്യാങ് ഇപ്പോഴും സജീവമാണ്. അത് പോലീസിന്റെ അറിവോടെ സജീവമാണെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഡി ധനസുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുമോദ്, ആനി രാജ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് അവരെ തള്ളിയിട്ടതെന്നാണ് ആനി രാജ പറയുന്നത്? ഇതൊരു 1 മണിക്കൂർ മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ തുടങ്ങിയിരുന്നു. ബജ്റംഗദളും RSS ബന്ധമുള്ളവരുമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടതെന്ന് നേരത്തെ തന്നെ ഈ നേതാക്കന്മാർ പറഞ്ഞിരുന്നു. ഈ സമരവേദിയിലേക്ക് എത്തുകയും ഇവിടെ സംഘടിതമായി ഒരു ആക്രമണം അഴിച്ചുവിടാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഈ ഹിന്ദുത്വവാദികൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവർ ഈ പാറ്റകളാണെങ്കിൽ ഹിറ്റ് അടിക്കണം എന്ന് പറഞ്ഞ് ഹിറ്റ് വ്യാപകമായിട്ട് അടിക്കുകയും മാത്രമല്ല ആസാദി മുദ്രാവാക്യം ഒരു കാരണവശാലും ഉയർത്താൻ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം തന്നെയാണ് ഈ ബജറംഗദൾ നേതാക്കന്മാർ ഇവരോട് പറഞ്ഞത്. മാത്രമല്ല ആസാദി മുദ്രാവാക്യം വീണ്ടും ഉയർത്തി കഴിഞ്ഞപ്പോൾ RSS സിന്ദാബാദ് എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ച് RSS മുർദാബാദ് എന്ന് വിളിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടായത്. ഈ വനിതാ നേതാക്കന്മാർ അടക്കമുള്ളവരെ തള്ളി താഴെയിടുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇപ്പോൾ മമത ഇതിനകം തന്നെ ആനി രാജ ഉൾപ്പെടെയുള്ളവർ, ആനി രാജയും NFWന്റെ ദേശീയ സെക്രട്ടറി അടക്കമുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള ഒരു പരിക്കേറ്റവർ. അവരിപ്പോൾ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇവരെ ഇതിനകം തന്നെ പ്രതികൾ ഇതിനകം തന്നെ രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ കണ്ടാലറിയാവുന്ന പ്രതികളാണ് എന്നുള്ളൊരു കാര്യം ഇതിനകം തന്നെ ആനി രാജ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അപ്പം നമ്മുടെ പിന്നിൽ കാണുന്ന ഈ പോലീസ് ബൂത്തിൽ ഇവരുടെ മൊഴിയെടുക്കുകയും അതനുസരിച്ച് ഇവർക്കെതിരെ നടപടി ആരംഭിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള നീതിയും തങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആനി രാജ പറയുന്നത്. കാരണം ഇതൊരു RSS നേതാക്കന്മാരും RSS നേതാക്കന്മാരും പോലീസും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതുള്ളത്. അതുകൊണ്ട് നീതി ഒരു കാരണവശാലും കിട്ടില്ല എന്ന് തന്നെയാണ് ആനി രാജ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ശരി, ഡി ധനസുമോദാണ് ജന്തർ മന്ദറിൽ നിന്നും തത്സമയം വിശദാംശങ്ങൾ പങ്കുവച്ചത്.